ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ നല്ല 2 കറികളാണ് തയ്യാറാക്കുന്നത്. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ 2 നാടൻ കറികളാണ് തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കാനായി കുറച്ച് തകരയില പറിച്ചെടുക്കുന്നുണ്ട്. ഇതാണ് തകരച്ചെടി. ഈ തകരച്ചെടിയിലെ തളിരിലയാണ് നുള്ളിയെടുക്കേണ്ടത്. മൂത്തല കറി വെക്കാൻ കൊള്ളൂല. തകരച്ചെടിയിലെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നേത്രരോഗം, മലബന്ധം, ത്വക്ക് രോഗം ഇവയൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ മാറിക്കിട്ടും. ഇത് ചേന ചെടിയാണ്. ചേന എൻ്റെ ഇല എടുക്കുന്നില്ല, തണ്ട് ഒരു കഷ്ണം എടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു കഷ്ണം തണ്ട് മുറിച്ചെടുത്ത് നമുക്കിനി ഇതെല്ലാം ഒന്ന് മുറിച്ചെടുക്കണം. ചക്കക്കുരുവിൻ്റെ തൊലി പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ പുറത്തെ തൊലി മാത്രം കളഞ്ഞാൽ മതി, ഉള്ളിലത്തെ തൊലി കളയണ്ട. അത് ആരോഗ്യത്തിന് നല്ലതാണ്. ഇനി ഇത് ചെറിയ ചെറിയ കുഞ്ഞു കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. അതുപോലെ കളയാൻ പറ്റൂല്ലെങ്കിൽ ഇതുപോലെ നീളത്ത് കീറിയെടുത്താലും പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. ഇതുപോലെ മുറിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കട്ടിംഗ് ബോർഡിൽ വെച്ച് മുറിച്ചെടുത്താലും മതി. മുഴുവൻ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ചക്കക്കുരു ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. തകരയില കഴുകി വൃത്തിയാക്കി എടുത്ത് ഇനി ഇത് ചെറുതായി മുറിച്ചെടുക്കണം. തകരയില മുറിച്ചെടുത്തിട്ടുണ്ട്. ചക്കക്കുരു കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. പൊടിയുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കണം. കൂടിപ്പോയാൽ ബുദ്ധിമുട്ടാവും. ഇത് കുറച്ചെടുത്ത് മാറ്റുക, പിന്നെ നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇനി ഒരു കപ്പക്ക എടുത്തിട്ടുണ്ട്. കപ്പക്ക തൊലി കളഞ്ഞ് ചേനത്തണ്ടും കപ്പക്കയും കൂടെ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ചേനത്തണ്ട് ഇതുപോലെ മുറിച്ച് തൊലി വലിച്ചെടുത്താൽ മതി, പെട്ടെന്ന് തൊലി കളയാൻ കിട്ടും. ഇതുപോലെയാണ് ചേനത്തണ്ടിൻ്റെ തൊലി കളഞ്ഞെടുക്കുന്നത്. ചെത്തിക്കളയേണ്ട ആവശ്യമില്ല, ഇതുപോലെ വലിച്ചെടുത്താൽ മതി. ഇനി പപ്പായേൻ്റെ തൊലിയും കൂടെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. പപ്പായയുടെ ഉള്ളിലുള്ള കുരുവൊക്കെ കളയണം. എല്ലാം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ചതുര കഷ്ണങ്ങളായിട്ടാണ് പപ്പായെല്ലാം മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് കഴുകി കുക്കറിലേക്കിട്ട് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ പിരിയമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് ഇത് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. 2 വിസിൽ വന്നാൽ മതി. കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്ത് കിട്ടും. ചക്കക്കുരു വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് മുറിച്ച് വെച്ച തകരയില ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം. ഇനി പപ്പായ കറിയിലേക്ക് വേണ്ട തേങ്ങ അരച്ചെടുക്കണം. 2 പിടി തേങ്ങ മിക്സി ജാറിലിട്ട് 3/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് നൈസായിട്ട് അരച്ചെടുക്കണം. കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം. 6-7 ചെറിയുള്ളി, കുറച്ച് കറിവേപ്പിലയും 2-3 കാന്താരിയും കൂടെ ചതച്ച് ഉപ്പേരിക്കിടാൻ എടുത്തിട്ടുണ്ട്. ഇനി അത് ഇതിലെ വെള്ളമെല്ലാം വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് വാങ്ങി വെക്കാം. ഇനി ഇതിലേക്ക് താളിച്ച് വയ്ക്കണം. ഒരു നെല്ലിക്കാവ് വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് കറിയിലേക്ക് ഒഴിക്കാൻ. അത് നല്ലപോലെ പിഴിഞ്ഞെടുത്ത് നല്ല പുളിയാണിത്. വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത പുളിയാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഇത് പിഴിഞ്ഞെടുക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ല കൊഴുപ്പോട് കൂടിയിട്ടുള്ള പുളിവെള്ളം കിട്ടും. കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുത്ത് അരച്ച് വെച്ച തേങ്ങ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുത്ത് പുളിയും ഉപ്പൊക്കെ നോക്കി നല്ലപോലെ തിളച്ച് വരുമ്പോൾ കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് കറി വാങ്ങി വെക്കാം.
നല്ല രുചിയുള്ള പപ്പായ ചേനത്തണ്ട് കറിയാണ്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതിലേക്ക് താളിക്കാനായി കുറച്ച് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 5-6 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് താളിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കറിയിലേക്ക് ഒഴിച്ച് അടച്ച് വെക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നെടുത്താൽ മതി. ഇനി കടായിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കുറച്ച് തേങ്ങയും കറിവേപ്പിലയും മൂപ്പിച്ച് ഉപ്പേരിയിലേക്ക് താളിച്ച് വയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ 2 കറിയും റെഡിയായി. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.